കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷികത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരരായ സൈനികരെ ആദരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചില്ല. ഭീകരവാദികളെ മുന്നിൽ നിർത്തി പാകിസ്ഥാൻ നിഴൽ യുദ്ധം തുടരുകയാണ്. ഭീകരവാദത്തെ നമ്മുടെ സൈനികർ തുടച്ചെറിയുമെന്നും പ്രധാനമന്ത്രി ദ്രാസിൽ പറഞ്ഞു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് കാർഗിൽ വിജയ് ദിവസ്. നമ്മളെല്ലാവരും ഭാരതീയർ എല്ലാവരും ഇന്ന് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ദേശീയതയുടെ ഒരു വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. നരേന്ദ്രമോദി ദ്രാസിൽ പാകിസ്ഥാനെ കടന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? മറ്റ് വിശദാംശങ്ങൾ. ദേവിക, കാർഗിൽ യുദ്ധത്തിൽ രാഷ്ട്രത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്ത ധീര ജവാന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അവരുടെ സ്മരണകളുള്ള ദ്രാസിലെ യുദ്ധ സ്മാരകത്തിലാണ് പ്രധാനമന്ത്രി ഈ കാർഗിൽ വിജയ ദിവസ് കൊണ്ടാടുന്നത്. അദ്ദേഹം സൈനികരെയും അതോടൊപ്പം തന്നെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ കുടുംബാംഗങ്ങളെയും അഭിസംബോധന ചെയ്യവെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കാർഗിൽ യുദ്ധത്തിൽ നിന്നും പാകിസ്ഥാൻ കാര്യമായ പാഠങ്ങൾ. കാരണം കാർഗിൽ യുദ്ധം എന്നത് ഭീകരവാദികളെ മുൻനിർത്തി പാകിസ്ഥാൻ നടത്തിയ നീക്കമാണ്. മുന്നിൽ മുജാഹിദുകളെയും മറ്റ് ഇസ്ലാമിക തീവ്രവാദികളെയും മുൻനിർത്തുകയും അതിന്റെ പിന്നിൽ പാകിസ്ഥാൻ പട്ടാളം അണിനിരക്കുകയും ചെയ്തതാണ് കാർഗിൽ യുദ്ധം. ആ യുദ്ധത്തിൽ നിന്നും ഒരു പാഠവും ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി വിവരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും പാകിസ്ഥാൻ ഭീകരവാദികളെ മുൻനിർത്തിയുള്ള നിഴൽ യുദ്ധം തുടരുകയാണ്. അതിന്റെ അർത്ഥം കാർഗിൽ യുദ്ധത്തിൽ നിന്നും ഒരു പാഠവും പാകിസ്ഥാൻ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു. ഒപ്പം അദ്ദേഹം അഗ്നിപത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രസ്താവന നടത്തി. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഒരു വിഷയം അഗ്നിപഥുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, അഗ്നിപത് പദ്ധതി 1999 കാർഗിൽ വിജയത്തിന് ശേഷം കാർഗിൽ റിവ്യൂ കമ്മിറ്റി ഫോം ചെയ്യുകയും ആ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകളിൽ ഒന്നാണ് സൈന്യത്തെ ചെറുപ്പവൽക്കരിക്കുന്നതിന് വേണ്ടി അഗ്നിപത് എന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പദ്ധതി വേണമെന്ന് കാർഗിൽ റിവ്യൂ കമ്മിറ്റി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ ദേശീയ തലത്തിൽ അഗ്നിപത് സ്കീം കൊണ്ടുവരുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മറ്റും അഗ്നിപതിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തുകയും ഈ റിക്രൂട്ട്മെന്റിന് തയ്യാറായി നിൽക്കുന്ന യുവാക്കൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ പരത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെയാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ താല്പര്യത്തെ എല്ലാം ബലി കൊടുത്തുകൊണ്ട് ചിലർ ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. വളരെ സങ്കുചിതമായ ചിന്താഗതി, ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരാണ് ഇക്കൂട്ടർ എന്ന പരോക്ഷ വിമർശനമാണ് കോൺഗ്രസിനെതിരെ കാർഗിലിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയത്. മാത്രമല്ല, ഈ അഗ്നിപത് പദ്ധതിയെ വിമർശിക്കുന്നത് മാത്രമല്ല, അദ്ദേഹം ഈ മുൻപ് കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യത്ത് നടന്നിട്ടുള്ള ചില അഴിമതി കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ബൊഫേഴ്സ് പോലെ, അതോടൊപ്പം തന്നെ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി പോലുള്ള കേസുകളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നമ്മുടെ സൈന്യത്തിന് നല്ല ജാക്കറ്റുകൾ, അതായത് ഈ വെടിയുണ്ടകൾ ഏൽക്കാതിരിക്കാൻ കഴിയുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ പോലും സൈന്യത്തിന് നൽകുന്നതിൽ വീഴ്ച വരുത്തിയവരാണ് മുൻപ് രാജ്യത്ത് അധികാരത്തിൽ ഇരുന്നത് എന്ന വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒപ്പം അഴിമതി നടത്തി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലി കൊടുക്കുകയും സൈനിക സംവിധാനങ്ങളെ, പ്രതിരോധ മേഖലയെ പോലും ബലി കൊടുത്തവരാണ് ദേശീയ തലത്തിൽ മുൻപ് അധികാരത്തിലിരുന്നത്. അതായത് കോൺഗ്രസ് ഭരണകാലത്ത് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതികളാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കാർഗിലിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ അഗ്നിപത് സ്കീം ചൂണ്ടിക്കാട്ടിയും ഒപ്പം പ്രതിരോധ മേഖലയിൽ കോൺഗ്രസ് മുൻപ് നടത്തിയ അഴിമതിയും വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. ഒപ്പം ലഡാക്ക് മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കാർഗിൽ ദ്രാസ് സെക്ടർ വരുന്നത് ഈ ലഡാക്കിലാണ്. അതിനാൽ ലഡാക്കിന് എന്തൊക്കെ ഗുണങ്ങൾ ഈ സർക്കാരിൽ നിന്നുണ്ടായി, അല്ലെങ്കിൽ ലഡാക്കിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതചര്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ 10 വർഷത്തിൽ സർക്കാരിന് സാധിച്ചു, ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കിനെ മാറ്റിയതിലൂടെ എന്താണ് സർക്കാർ ഉദ്ദേശിച്ചത്, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതായിരുന്നു ഈ കാർഗിലിലെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ അഭിസംബോധന. ദേവി, ഗൗതം, നമുക്കറിയാം ടൈഗർ ഹിൽസ് ഉൾപ്പെടെ നമ്മളുടെ നിയന്ത്രണത്തിലാകുക എന്നത് സൈനികരുടെ ഒരു പ്രധാന ദൗത്യത്തിൽ ഒന്നായിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് അവർ ധീര നായകന്മാരായി ഇന്നും അവരെ നമ്മൾ സ്മരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവരുടെ സ്മരണകൾ ഉറങ്ങുന്ന സ്ഥലത്ത് നിരവധി ഉദ്യോഗസ്ഥരും അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിലവിൽ എന്താണ് നടക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ കൂടി.
ദേവിക, ഇന്ന് കാർഗിൽ ഈ ഡ്രാസിലാണ് സൈനിക സ്മാരകം ഉള്ളത്. അവിടെ വിപുലമായ പരിപാടികൾ ഇന്നലെ വൈകുന്നേരവും ഇന്നും നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ധീര സൈനികരുടെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം നമുക്കറിയാം ഈ യുദ്ധം നിരവധി സ്ത്രീകളെ വിധവകളാക്കി, അതോടൊപ്പം തന്നെ നിരവധി കുഞ്ഞുങ്ങൾക്ക് അവരുടെ പിതാവിനെ നഷ്ടപ്പെടുത്തി. അങ്ങനെ യുദ്ധങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ദുരിതമാണ് മനുഷ്യന് സമ്മാനിക്കുന്നത്. ഭാരതം ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല. മുൻപ് നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെ എല്ലാം ചരിത്രം, സ്വതന്ത്രാനന്തര ഭാരതത്തിൽ നടന്ന ഓരോ യുദ്ധങ്ങളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അതെല്ലാം ശത്രു രാഷ്ട്രങ്ങൾ നടത്തിയിട്ടുള്ള പ്രകോപനങ്ങളിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളതാണ്. അത് പാകിസ്ഥാനുമായി നടത്തിയിട്ടുള്ള 4 യുദ്ധമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചൈനയുമായി 1962 നടന്ന യുദ്ധമാണെങ്കിലും അതെല്ലാം ഈ ശത്രു രാഷ്ട്രങ്ങൾ അതിർത്തി കടന്ന് നടത്തുന്ന പ്രകോപനമാണ്. നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത യുദ്ധത്തിന്റെ കെടുതിയിലേക്ക് ഈ രാഷ്ട്രത്തെ തള്ളിവിട്ടിട്ടുള്ളത്. അതിനാൽ യുദ്ധങ്ങൾ എപ്പോഴും കുടുംബങ്ങൾക്ക് നാഥനില്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിരവധി ഭാര്യമാർ വിധവകളാകുന്ന സാഹചര്യമുണ്ടായി. കുഞ്ഞു കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ടായി. പലർക്കും സഹോദരനെ നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ടായി. അതെല്ലാം കാർഗിലിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിയ ആ വേദനകൾ ഉൾക്കൊണ്ട് ഇന്നും കാർഗിലിന്റെ സ്മരണകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ കുടുംബാംഗങ്ങൾ, അവരെല്ലാം ഇന്ന് ഡ്രാസിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവരുമായൊക്കെ പ്രധാനമന്ത്രി സംസാരിക്കുകയും അവരുമായി ഇപ്പോഴത്തെ അവരുടെ ജീവിത കാര്യങ്ങൾ അതെല്ലാം അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊതുപരിപാടികളും മറ്റും ഇന്ന് തുടരും. എന്തായാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർഗിൽ വിജയ ദിവസവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ദേശീയ യുദ്ധ സ്മാരകത്തിൽ രാവിലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പാർച്ചന നടത്തി. ഈ 3 സേനാ മേധാവികൾ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, അദ്ദേഹം കാർഗിലിലെ ഡ്രാസിലാണ് പുഷ്പാർച്ചന നടത്തിയത്. ഒപ്പം നാവികസേനയുടെ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയും എയർഫോഴ്സിന്റെ മേധാവിയായിട്ടുള്ള എയർ ചീഫ് മാർഷൽ VR ചൗധരിയും, ഈ 3 സേനാ മേധാവികൾ, ഇതോടൊപ്പം തന്നെ സംയുക്ത സേനാ മേധാവിയായിട്ടുള്ള ജനറൽ അനിൽ ചൗഹാൻ, ഇവർ 4 പേരും ഡ്രാസിൽ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. ഈ സേനകളുടെ എല്ലാം തൊട്ട് താഴെ വരുന്ന ഉപമേധാവികൾ അവരെല്ലാം ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിലുമാണ് രാവിലെ പുഷ്പാർച്ചന നടത്തിയത്. ദേവിക.